ഗുഡ് മോർണിംഗ്. ഹിന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത് രാവിലെ മുതലുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറേ കൂട്ടുകാർ കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ. എങ്കിൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇടയ്ക്ക് കുറേ ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഒന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. വീഡിയോസൊക്കെ വ്യൂസ് കുറച്ച് കുറവായിരുന്നു. പിന്നെ അതുപോലെ അതാ ഞാൻ പറഞ്ഞത്, ഇടയ്ക്ക് ഞാൻ വീഡിയോ ഇടാത്തത് കൊണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. എന്തോ അപ്പോൾ ഏതായാലും വൈകുന്നേരം ഈ ഒരു ദിവസം നല്ല മഴ കേട്ടോ. പെരുമഴയായിരുന്നു കേട്ടോ. അപ്പോൾ ആ മഴ വരുന്ന ആ ഒരു ടൈമിലുള്ള നെട്ടോട്ടോടലാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. മഴ ഇപ്പോൾ എന്നും വരുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക്. പക്ഷേ എങ്കിൽ കൂടി ആ മഴ വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉണ്ടല്ലോ, മഴ വരുന്നു എന്നറിയുമ്പോൾ നമുക്കൊരു വെപ്രാളപ്പെട്ടുള്ള ഒരു ഓട്ടം ഉണ്ടല്ലോ, ഒരു പരക്കമ്പായിൽ. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാനിതേ ഇവിടെ കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇവിടെ കുറച്ച് ചീര ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചീരയിൽ കുറേ എണ്ണം പൂത്തിട്ടുണ്ടായിരുന്നു. അതിൽ കായൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വിട്ടുപോയി. ഞാനല്ലാത്തത് മൂക്കാത്തതുണ്ടല്ലോ, മൂക്കാത്തതൊക്കെ ഞാൻ പൊട്ടിച്ചുകൊണ്ടൊന്ന് കറി വയ്ക്കാൻ എടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്കിത് അന്ന് ഓടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ, ഇതിൽ പൂവിട്ടിട്ടുണ്ട്, കതിരിട്ടിട്ടുണ്ട്, എങ്കിൽ കൂടി ഇത് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെഴുത്ത് വേറെ വരുമല്ലോ. അതെനിക്ക് അന്ന് ഓടിയില്ല. പക്ഷെ പിന്നെയാണ് ഞാനത് ചിന്തിച്ചത് കേട്ടോ, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ. അപ്പോൾ വേറെ അതിങ്ങനെ തെഴുത്ത് ഉണ്ടാവുമല്ലോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും അതൊന്നും ഞാൻ വേഗം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർമ്മ വന്നത്, ഇനിയിപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ, ഇത് ചെയ്യുന്ന നേരം കൊണ്ട് പെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് പെയ്യട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചൊന്ന് മഴ വരുന്നതിന് മുന്നേ കത്തിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നനവ് ഉള്ളതുകൊണ്ടാണ് കംപ്ലീറ്റ് കത്താണ്ടിരുന്നത് കേട്ടോ. ഇലയൊക്കെ നനവ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അടിഭാഗത്തുള്ള ഇല ഉണ്ടല്ലോ, അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കത്തിക്കുമ്പോൾ ആ ഒരു നനവിൽ അങ്ങനെ കത്തുകയാണ്. അത് ഞാനാണെങ്കിൽ പിന്നെ മാറ്റിയിടുന്നില്ലല്ലോ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ മഴയുടെ ഒരു ഇതുണ്ട് കേട്ടോ, ചെറുതായിട്ട് പെയ്യും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ഇന്ന് കുറച്ച് തേങ്ങയൊക്കെ പൊളിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് പൊളിച്ചത്. ചകിരിയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചകിരി നമ്മൾ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളത് എടുത്തേക്കാമല്ലോ എന്ന് വിചാരിച്ചു. അധികം അങ്ങനെ കത്തിക്കാറില്ല കേട്ടോ. പുകയുന്ന രീതിയിലായതുകൊണ്ട് തന്നെ ചകിരി ഞാൻ അങ്ങനെ കത്തിക്കാറില്ല. എങ്കിൽ കൂടി ആക്കിയിട്ടാണ് നമ്മൾ പൊളിക്കുന്നത് എങ്കിൽ ആ ഒരു പീസ് മാത്രം ഞാൻ എടുത്തിട്ട് ഓരോ വിറകിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. അങ്ങനെയുള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ തെങ്ങിനാണ് വെച്ച് കൊടുക്കാറുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ശരി, മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ കംപ്ലീറ്റ് അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കത്തിക്കാനുള്ളതൊക്കെ കത്തിച്ചു. അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. ഞാൻ അകത്തേക്ക് കയറിയിട്ടില്ല. അടിച്ച് വാരി കഴിഞ്ഞ് ചൂലും ഇവിടെ കഴുകി വെക്കുന്നേ ഉള്ളൂ കേട്ടോ. ആ ഒരു ടൈമിൽ നല്ല കാറ്റടിച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോൾ നല്ല കേട്ടോ. പിന്നെ ഉണ്ട് ഏട്ടൻ വരുന്നു. ഏട്ടൻ വന്നിട്ട് ഈ മഴ പെയ്യുന്നതിന് മുന്നേ ഇവിടെ നിന്ന് അടിച്ചു വാരിക്കൂടെയെന്നോ എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല കേട്ടോ. കാരണം ഞാൻ അടിച്ചു വരണത് ആൾ കണ്ടിട്ടില്ല. പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല. അതിൽ മനു എന്ന് പറയുന്നുണ്ട്, അടിച്ചു വാരിയിട്ട് ചൂല് ഇതേക്കൂടെ വെക്കണേ ഉള്ളൂ, അപ്പോഴേക്കാണ് ഇപ്പോൾ ഈ കാണുന്നത് എന്ന് പറഞ്ഞു കേട്ടോ. ഒരു കാറ്റടിച്ചതായിരുന്നു. അപ്പോൾ അത് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഒരു മഴ, നല്ല രീതിയിൽ മഴ. അപ്പോൾ ഞാൻ പിന്നെ വൈകുന്നേരത്തെ വീഡിയോ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ രാവിലത്തെയാണ്. വൈകുന്നേരം ഇതുപോലെ ഞാൻ 7 മണിക്കൊക്കെ അടുക്കളയിലുണ്ട് കേട്ടോ. ആ ഒരു ടൈമിലൊക്കെ മഴ പെയ്യാണ് കേട്ടോ. അന്ന് പിന്നെ ഫുള്ള് മഴ തന്നെയായിരുന്നു. രാത്രി ഇതുപോലെ ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ ഭക്ഷണം ഉണ്ടാക്കിയതും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കുറച്ചുള്ളത്. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിക്ക് വരാം. അപ്പോൾ ഈ കടുകൊക്കെ ഒന്ന് വറുത്തിടാനുണ്ടായിരുന്നു കേട്ടോ കറിയിൽ. അപ്പോൾ ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് കേട്ടോ. ചെറുപയർ കറി ആക്കിയിട്ടല്ല എടുത്തിട്ടുള്ളത്, അങ്ങനെ വെള്ളം വറ്റിച്ചിട്ടുള്ള രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ നമ്മളിങ്ങനെ ഉപ്പേരി പോലെയൊക്കെ വെക്കില്ലേ ചെറുപയർ, അങ്ങനെയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലിടാണ്ടിരിക്കുകയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വെള്ളത്തിൽ രാത്രി ഇട്ട് വെച്ചിട്ട് അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെയാണ് ഇരിക്കുക. പക്ഷെ നമ്മൾ രാവിലെ വെള്ളത്തിലൊന്നും ഇട്ട് വെക്കാതെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങോട്ട് ഇരിക്കും. ഞാൻ അങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് നമ്മൾ ഉപ്പുമാവിൻ്റെ കൂടെയൊക്കെ കഴിക്കണത് വെച്ചാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പണ്ടെൻ്റെ വീട്ടിൽ ഇങ്ങനെ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറുപയർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പം ഉണ്ടാക്കുകയാണ് ചെയ്യുക. പക്ഷെ അത് കുക്കറിലൊന്നല്ല കേട്ടോ, കുക്കറിലല്ലാതെ നമ്മൾ വേവിച്ചെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷെ അത് നല്ല ഡ്രൈ ആയിട്ടിരിക്കും, അങ്ങനെ കട്ട പോലെ ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കും, കടുകും വറുത്തിടും, മുളകും കറിവേപ്പിലൊക്കെ വറുത്തിടും, അങ്ങനെയാണ് കേട്ടോ. അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ കുറച്ച് കയ്പ്പ, ഇത് കയ്പ്പുള്ള കയ്പ്പയാണ് കേട്ടോ. രണ്ട് കയ്പ്പുണ്ടല്ലോ, ഒരു വെള്ള കയ്പ്പ, വെള്ളയല്ല ഒരു ലൈറ്റ് ഗ്രീൻ കളറായിട്ടൊരു കയ്പ്പയുണ്ട്, പിന്നെ അതുപോലെ ഡാർക്ക് ഗ്രീനും ഉണ്ടല്ലോ. ആ ഡാർക്ക് ഗ്രീൻ ഭയങ്കര കയ്പ്പാണ് കേട്ടോ. അതാണ് ഇപ്പോൾ ഞാൻ ഈ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ സവാള ചേർത്താൽ കയ്പ്പ് കുറയുമെന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട്, മറ്റേ കയ്പ്പാണെങ്കിൽ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ കേട്ടോ. പിന്നെ അതേ കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ടൈമിൽ അപ്പൂസ് ഇവിടെ കളിക്കുന്നുണ്ട്. അവർ കുറച്ച് വെള്ളം നമ്മളൊരു ബക്കറ്റിൽ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ആളവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വേഗം ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മമ്മ മറ്റത്തില്ല, അമ്മ കേക്കില്ല. മറ്റന്നാഴ്ത്തരാൻ വന്ന ചെവി കേട്ടില്ല. നീ കണ്ട പിന്നെ ഇപ്പം നിങ്ങൾ കേട്ടത് കുറച്ച് പരാതിയായിരുന്നു കേട്ടോ. അപ്പൂസിന് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് വല എടുത്ത് തരാൻ, തരിപ്പുണ്ടല്ലോ നമ്മൾ ചായ കഴിക്കുന്ന തരിപ്പ, ആ തരിപ്പ് എടുത്ത് തരാൻ വേണ്ടി പറഞ്ഞു കേട്ടോ എൻ്റെ അമ്മയുടെ അടുത്ത്. അപ്പോൾ ആ ഒരു ടൈമിൽ അവൻ പറഞ്ഞ തരിപ്പെല്ലാം എടുത്തു കൊടുത്തത്, രണ്ടെണ്ണത്തിൽ വേറെ ഒന്നാണ് എടുത്തു കൊടുത്തത് കേട്ടോ. അപ്പോൾ അമ്മമ്മയ്ക്ക് ചെവി കേൾക്കില്ല, അത് വേറെയാണ് എടുത്ത് തരാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളപ്പോൾ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ചിക്കൻ റെഡിയാക്കിയൊക്കെ വന്നു. അപ്പോഴേക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴേക്ക് അതിലൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇവിടെ മാറ്റി വെച്ചു. പിന്നെ ദേ കുറച്ച് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചീരയൊക്കെ ഒന്ന് നമുക്ക് നന്നാക്കി എടുക്കണം. വാടിക്കുഴഞ്ഞ് പോകുന്നതിന് മുന്നേ ഇതൊക്കെ നമുക്കൊന്ന് നന്നാക്കി ക്ലീനാക്കിയൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ ക്ലീനാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെളിച്ചത്തിൽ ശരിക്കും കാണാൻ പറ്റും. പിന്നെ ഇതിലൊരു പുഴുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൂസാണെങ്കിൽ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കളിച്ചോട്ടെ നന്നാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരു പുഴുവിനും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു.
പച്ചപ്പൂ. വെള്ളപ്പൂ. നോ. പച്ചപ്പൂ വെള്ളപ്പൂ. അമ്മ നനഞ്ഞു. ഞാൻ വെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന കുപ്പിയായിരുന്നു കേട്ടോ ഇത്. ഞാൻ അന്ന് നമുക്ക് ഈ ഒരു ബുക്ക് ബോട്ടിൽ കിട്ടില്ലേ, ബുക്ക് ബോട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ബുക്കിൻ്റെ ഒരു ഷേപ്പിലുള്ളൊരു ബോട്ടിൽ, വെള്ളം കുടിക്കുന്ന ബോട്ടിലാണ്. അങ്ങനെ പരന്നിട്ടുണ്ടാവുന്ന ആ ഒരു ബോട്ടിൽ നോക്കി നടന്നായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കത് കിട്ടിയില്ല. ആ ഒരു ബോട്ടിൽ ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് അറിയുന്നവർ, അതൊരു കാലത്ത് ഇറങ്ങിയിട്ടുള്ളൊരു ബോട്ടിലായിരുന്നു കേട്ടോ. നോട്ട് ബുക്ക് ബോട്ടിൽ നല്ല ഭംഗിയായിരുന്നു. ഈ ചില്ലുണ്ടല്ലോ, ചില്ല് പോലെ ഇരിക്കും കേട്ടോ. അതിങ്ങനെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയാണ്. നമുക്ക് ചെറിയ ബാഗിലൊക്കെ വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ആ ഒരു രീതിയിലുള്ളൊരു ബോട്ടിലായിരുന്നു. പക്ഷേ എനിക്കത് കിട്ടിയില്ല. ഞാൻ പിന്നെ ഇപ്പോഴും ഞാൻ നോക്കാറുണ്ട് കേട്ടോ. ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറുന്ന സമയത്ത് കൊണ്ടോട്ടി ആയാലും കിഴിശ്ശേരി ആയാലും അരീക്കോടായാലും മഞ്ചേരി ആയാലും മലപ്പുറത്തായാലും ഇവിടെയൊക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി ചിലപ്പം ഞാൻ സാധാരണ നമ്മൾ നോക്കുന്ന ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടാവില്ലേ, ഫാൻസി അങ്ങനെയുള്ള കടയിലൊക്കെ ഉണ്ടാവുമല്ലോ ബോട്ടിൽ, അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ ഇനി നമ്മളെന്തെങ്കിലും നോക്കുന്ന സമയത്ത് ഇത് കിട്ടലുണ്ടാവുക കേട്ടോ. പിന്നെ ദേ ഞാൻ അന്ന് അച്ചാറുണ്ടാക്കിയത് കാണിച്ചെന്നുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൽ കുറച്ച് കായപ്പൊടിയും അതുപോലെ കടുകും ഉലുവയും കൂടെ ഒന്ന് വറുത്തിട്ടിട്ട് അങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദേ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്ന റെസിപ്പിയൊന്നും അല്ല, എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ചെറിയ ഉള്ളി അരച്ചെടുത്തിട്ട് ഇട്ടിരിക്കണു. പിന്നെ അതുപോലെ തക്കാളിയും കൂടെ അരച്ചെടുത്തിട്ട് പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്കായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തിട്ട് പൊടിച്ചും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്തെ മഴയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വോയിസിൽ കേൾക്കുന്നുണ്ടായിരിക്കും മഴ പെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കുറച്ച് ദോശയ്ക്ക് അരിഞ്ഞൊക്കെ അരച്ച് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കറണ്ട് എപ്പോഴോ ഉച്ചയായപ്പോൾ മുതൽ കറണ്ട് പോവലും വരലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇനി അത് പോയാൽ പിന്നെ വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വന്ന ഒരു ടൈമിൽ വേഗം അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം തിളപ്പിക്കാനുള്ള വിറകൊക്കെ മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ മാറ്റി വെച്ചു. അടുപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് കത്തിയ സമയത്ത് വെള്ളമൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് കുതിർന്നതിന് ശേഷം പിറ്റേ ദിവസം വെള്ളം ഊറ്റിക്കളഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് വെച്ചിട്ട് ഞാൻ ഒരു ഗ്രീൻ പീസ് വട ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇഞ്ചിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മളത് വട ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ വേഗം ചട്ടിയൊക്കെ വെച്ച് വൈകുന്നേരത്തേക്ക് കുറച്ച് ചീരക്കറിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചീരക്കറി തേങ്ങ അരക്കാതെ താളിപ്പ് പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കടുകും മുളകും അരിമണിയും കൂടെ ഇട്ടിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് അതും കൂടെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ നമ്മളെ ഗ്രീൻ പീസിൻ്റെ വട അതായിരുന്നു കേട്ടോ. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വലിപ്പം കുറച്ചിട്ടാണ് ഉണ്ടാക്കാറ്, അത്ര എണ്ണ കുറച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വടയൊക്കെ റെഡിയായി. പിന്നെ നമ്മൾ പഴംപൊരി ഉണ്ടാക്കാനുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഴംപൊരി പിന്നെ ഏട്ടനാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതും നമ്മൾ എണ്ണ കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പഴംപൊരി ആക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് ഇത്രയും നേരം കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ.
തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഇതേ നമ്മൾ 8 മണി വരെയുള്ള ഒരു വിശേഷങ്ങളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ. 8 മണിക്കാണ് നമ്മളിത് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നാളെ നമ്മൾ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ, സീ യു, ടേക്ക് കെയർ.